ഇപ്പോൾ ഒരാളെ കണ്ടെത്തി എന്നുള്ളതാണ് അത് പറയാറായിട്ടില്ല ആരാന്ന്, കാരണം രണ്ടുപേരകപ്പെട്ടു എന്നാണ് പറയുന്നത്. അതാരാണെന്ന് നമുക്ക് വ്യക്തമല്ല. അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ അല്ലേ? NDRFിനെ കൊണ്ട് പിന്നെ കഴിയുന്നത്ര കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്. കാരണം അത്രയ്ക്ക് ദുഷ്കരമായ അപകടം, വീണ്ടും പാറ മേളിൽ അപകടകരമായ രീതിയിൽ മണ്ണിടിച്ചിലാണോ സംഭവിച്ചത്? ലാൻഡ് സ്ലൈഡിങ് തന്നെയാണ് ഇത്. മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതെ, ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതിനിയും തിരുവല്ല ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്നാണ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. രാത്രി തന്നെ മറ്റു മൃതദേഹം എടുക്കാനുള്ള അടിയന്തര നടപടി എടുത്തിട്ടുണ്ട്. പിന്നെ കളക്ടർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. തഹസീൽദാർ റാന്നി, കോന്നി. അതെ. NDRF സംഘം തിരിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അവരെ വിവരം അവരോട് എത്ര സമയത്തിനുള്ളിൽ എത്തുമായിരിക്കും? അവർ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരോടൊന്ന് തിരിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. തടസ്സമായി നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു ദുഷ്കരമായ കണ്ടില്ലേ, ഒരു പാറക്കെട്ടുകൾ. അവിടെ ആ സ്ഥലത്തേക്ക് എത്താനുള്ള വളരെ അപകടം പിടിച്ച രീതിയാണ്. മേളിൽ പാറക്കെട്ടുകൾ അപകടകരമായ രീതിയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതാണ് ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ശരി ചേട്ടൻ, കോന്നി തഹസിൽദാറാണ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളോട് സംസാരിച്ച് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒരാൾ മരണപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ, അദ്ദേഹം മരിച്ചു എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥിരീകരണം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമുക്ക് ഇനി ഈ അപകടത്തിൽ ഒരാൾ മരിച്ചു എന്ന് നമുക്ക് വാർത്ത നൽകാമെന്നാണ്. ഉത്തരവാദിത്തപ്പെട്ട കോന്നി തഹസിൽദാർ തന്നെയാണ് അത്തരമൊരു റിപ്പോർട്ട് ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊരാൾ കൂടെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനം തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം കോന്നി തഹസിൽദാർ NV സന്തോഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അദ്ദേഹം പറഞ്ഞത് NDRF സംഘം എത്തും, രാത്രി വൈകിയാലും രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ആ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. വളരെ ശ്രമകരമായ ക്ലേശകരമായ ദൗത്യത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഈ വടമൊക്കെ ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടിയാണ് ഒരു മൃതദേഹം കണ്ടെത്തി ആ മൃതദേഹം തിരിച്ച് ആംബുലൻസിലേക്ക് എത്തിക്കാൻ അവർ ബുദ്ധിമുട്ടുന്നത്. പാറക്കല്ലുകൾ ഇളകി വീണ സ്ഥലമാണ്, അപകട സാധ്യതയുണ്ട്. തുടർന്നും ഒരു പക്ഷേ അപകട സാധ്യതയുള്ള സ്ഥലം കൂടിയായതുകൊണ്ട് തന്നെ ആ വലിയ റിസ്ക് ആണ് ഇതിനകത്തുള്ളത്. വലിയ സങ്കീർണമായ പ്രവർത്തനം തന്നെയാണ്. ഇപ്പോൾ കണ്ടെത്തിയ ആ മൃതദേഹം അത് ആരുടെ എന്ന വ്യക്തത വന്നിട്ടില്ല. ആ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. ആംബുലൻസിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ മാറ്റും. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഉടൻ തന്നെ പുനരാരംഭിക്കും.